ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി. അടുത്തത് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ്, അതായത് അതിനൊരു റിഡംഷൻ ടൈം ഉണ്ടാവും. മറ്റത് നമ്മൾ അങ്ങനെയല്ല, പെർപ്പച്യൂറ്റിയാണ്. അത് എന്താണ്, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഇറഡീമബിൾ ആണ്. അപ്പോൾ ഈസിയാണ്. I/NP × 1 - T ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് നോക്കോ, ഇവിടെ വരുമ്പോൾ ഫേസ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ സപ്പോസ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. നമുക്ക് 10,000 തന്നെ ഇഷ്യൂ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ദെൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് 10% മെച്യൂരിറ്റി. ഇതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും, ഇത്ര കൊല്ലം റിഡംഷൻ പീരീഡ് ഉണ്ടാവും, സപ്പോസ് 5 years. ദെൻ ടാക്സ് അറ്റ് 40%. ടാക്സ് അറ്റ് 40%. ഓക്കെ, ഇനിയാണ് ഇതിനൊരു റിഡംഷൻ വാല്യൂ ഉണ്ടാവും. അത് ചിലപ്പോൾ ഫേസ് വാല്യൂ തന്നെയായിരിക്കും റെഡീം ചെയ്യുന്നത്, ചിലപ്പോൾ പ്രീമിയത്തിലായിരിക്കും, ചിലപ്പോൾ ഡിസ്കൗണ്ടിലായിരിക്കും. ചില കമ്പനികളൊക്കെ പറയും ഇപ്പോൾ നിങ്ങൾ ഫേസ് വാല്യൂവിൽ വാങ്ങിച്ചോ, ദെൻ എന്താണ് നമ്മൾ റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് തരാം, ഞങ്ങൾക്കൊരു പ്രീമിയം തരാമെന്ന് അവർ പറയും, അല്ലേ? അപ്പോൾ ഇവിടെ റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് 11,000 ആണെന്ന് വിചാരിക്കുക. 11,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, 10,000 നമ്മൾ ബൈ ചെയ്താൽ 5 കൊല്ലം കഴിയുമ്പോൾ 5 കൊല്ലം ഇൻട്രസ്റ്റ് കിട്ടും. എല്ലാ കൊല്ലം 10% അല്ലേ, 1,000 അങ്ങനെ 5 കൊല്ലം കിട്ടും. അതുകൂടാതെ 5ാമത്തെ കൊല്ലം നമുക്ക് എന്ത് തിരിച്ചു കിട്ടും, നമ്മുടെ ക്യാപിറ്റൽ മാത്രമല്ല 10,000 വരെ 11,000 കിട്ടും, അല്ലേ? അപ്പോൾ ഇവിടെ കമ്പനിക്ക് ഇവിടെ 2 കോസ്റ്റ് വരുന്നുണ്ട്, അല്ലെ? എന്തൊക്കെയാ കമ്പനിക്ക്? ആദ്യത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,000 വരും, അല്ലേ? അതായത് 10% ഇൻട്രസ്റ്റ് കൊടുക്കണം, അത് നിർബന്ധമാണ്. 1 - 0.4 അതിന് നമുക്ക് ടാക്സ് സേവിങ്സ് കിട്ടും, അല്ലേ? പ്ലസ് ഇക്വേഷനിലേക്ക് നോക്കോ, ഇതാണ് ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ. എന്താണെന്ന് നോക്കോ, 1 + I × 1 - T, അത് നമുക്കറിയാം, ഇൻട്രസ്റ്റ് × 1 - ടാക്സ്, പ്ലസ് RV എന്ന് പറഞ്ഞാൽ റിഡംഷൻ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ റിഡംഷൻ വാല്യൂ എത്രയാ, 11,000 ആണ് റിഡംഷൻ വാല്യൂ, മൈനസ് NP നെറ്റ് പ്രൊസീഡ്സ്. നമ്മൾ പറഞ്ഞ പോലെ എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത്, 10,000, അല്ലേ? ഡിവൈഡഡ് ബൈ N എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര കൊല്ലത്തേക്ക്, അത് ആനുവലി എത്ര കോസ്റ്റ് കമ്പനിക്ക് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 10,000 വാങ്ങിയിട്ട് ദേ ആർ റീപേയിങ് 11,000, അല്ലെ? എത്രയാണ് എക്സ്ട്രാ 5 കൊല്ലം കൊണ്ട് കമ്പനിക്ക് കോസ്റ്റ് വരുന്നത്, 1,000. പക്ഷെ നമ്മൾ ആനുവൽ ഇൻട്രസ്റ്റ് അല്ലേ കാണുന്നത്, അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ, N വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ എത്ര വരും, 5 വരും. ഓക്കെ, ദെൻ ഹോൾ ഡിവൈഡ് ബൈ, എല്ലാം കൂടി ഡിവൈഡഡ് ബൈ എത്ര വരും, നമ്മുടെ റിഡംഷൻ വാല്യൂ. റിഡംഷൻ വാല്യൂ എത്രയാ, റിഡംഷൻ വാല്യൂ 11,000 പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് എത്രയാ, 10,000 ഡിവൈഡഡ് ബൈ 2, ജസ്റ്റ് ആവറേജ്, അല്ലേ? അപ്പോൾ എത്രയാ നോക്കിയേ, 10,000 40% പോയി കഴിഞ്ഞാൽ 1,000 ഇൻട്രസ്റ്റ്, അതിൽ നിന്ന് 40% പോയി കഴിഞ്ഞാൽ 600 പ്ലസ് എത്ര വരും നോക്കിയേ, 11,000 മൈനസ് 10,000, 1,000 ഒരു 5 ഇയറിലേക്ക് ഡിവൈഡ് ബൈ 5, അപ്പോൾ 200 വരും, 200. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ് കമ്പനിക്ക് ആനുവലി, 800 ഡിവൈഡഡ് ബൈ എത്രയാണ്, 11,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ 2 എത്ര വരും, 10,500 ഇൻറ്റു 100. നമുക്ക് അതിന് പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്ര വരും, ഇൻറ്റു 100. അപ്പോൾ എത്ര വരും നോക്കിയേ, 800 ഡിവൈഡ് ബൈ 10,500 ഇൻറ്റു 100 എത്ര വരും, 7.61%. 7.61%. ഇതാണ് റെഡീമബിൾ ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ടിന്റെ കോസ്റ്റ് കാണുന്നത്, ആനുവൽ കോസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ ആണ്, 2 കാര്യങ്ങൾ. ഒന്ന്, ആനുവൽ ഇൻട്രസ്റ്റ് എടുക്കണം, ടാക്സ് സേവിങ്സ് കിട്ടും. അതുകൂടാതെ ഈ 5 കൊല്ലം കൊണ്ട് നമുക്ക് എത്ര കോസ്റ്റ് വന്നു, ഇത് നേരെ തിരിച്ചും വരാം. ചിലപ്പോൾ ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ലാഭമാണ്, കമ്പനിക്ക് ലാഭമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 9,000 ആണ് റിഡംഷൻ വാല്യൂ എങ്കിൽ 10,000 ഇഷ്യൂ ചെയ്തിട്ട് എത്ര തിരിച്ചു കൊടുത്താൽ മതി, 9,000 തിരിച്ചു കൊടുത്താൽ മതി. 1,000 നമുക്ക് 5 ഇയർ കൊണ്ട് സേവ് ചെയ്യാം, ഒരു ഇയറിൽ 200 വെച്ച് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 സൈഡും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഇക്വേഷൻ, ഓർത്ത് വയ്ക്കുക. KD കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ്, I × 1 - ടാക്സ്, redemption value minus NP net proceeds by N number of years all divided by redemption value plus net proceeds by 2. Okay, ഇതാണ് നമ്മളുടെ
റെഡീമബിൾ കാണുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ഇക്വേഷന് ചെറിയൊരു ചെറിയൊരു വെറൈറ്റി ഉള്ള ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് എന്താ, ഇൻട്രസ്റ്റിന് മാത്രമേ ടാക്സ് സേവിങ്സ് കിട്ടിയുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ഇൻട്രസ്റ്റ് കൂടാതെ പിന്നെ ഒരു എക്സ്ട്രാ 1000 കൊടുക്കുന്നില്ലേ, അതിനും കൂടെ എന്ത് കിട്ടിയില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ടാക്സ് സേവിങ്സ് കിട്ടിയില്ല എന്നാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടോട്ടലിന്, അതായത് ഇൻട്രസ്റ്റിനും ആ റിഡംഷന് വരുന്ന കോസ്റ്റിനും നമുക്ക് ടാക്സ് കിട്ടി എന്നുള്ള അസംഷനിൽ എടുക്കാം. അങ്ങനെ വരുമ്പോഴോ, ഇപ്പൊ ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് വരും, ഇൻട്രസ്റ്റ് 1000 പ്ലസ് എന്താണ് ആർ വി മൈനസ് എൻ പി എത്രയായിരുന്നു, 1000 ബൈ 5 എത്രയാ, 200 അല്ലേ. അപ്പൊ എത്ര വരും, 1200. അതിന് നമുക്ക് ടാക്സ് സേവിങ്സ് കിട്ടും, എന്താ 1 മൈനസ് 0.4. ഓക്കെ, അപ്പൊ എത്ര വരും നോക്കിയേ, 1200 ഇൻറ്റു 0.6 എത്ര വരും, 720 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെ, എത്രയാ 11,000 പ്ലസ് 10,000 11,000 പ്ലസ് 10,000 ബൈ 2 10,500 അല്ലേ, 10,500 ഇൻറ്റു 100 അല്ലെ. അപ്പൊ എത്ര വരും നോക്കിയേ, 720 ഡിവൈഡ് ബൈ 10,500 അപ്പൊ എത്ര വരും, 6.85%. ഓക്കെ, അപ്പൊ അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കോമൺ സെൻസ് വെച്ച് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി സ്പെസിഫിക് ഇൻഫർമേഷൻ സ്റ്റുഡൻറ് മേ യൂസ് എനി ഓഫ് ദ എബവ് ഫോർമുല ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ് വിത്ത് ലോജിക്കൽ അസംഷൻ. അപ്പൊ നോർമലി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ തന്നെ ഫോളോ ചെയ്താൽ മതി. ഏതിനാണ്, ഡെപ്റ്റിന് ഇൻട്രസ്റ്റിന് മാത്രം ടാക്സ് സേവിങ്സ് കിട്ടിയെന്ന്. എന്നാൽ ചിലപ്പോൾ പറയും കൺസിഡർ അല്ലെങ്കിൽ ടോട്ടലിന് ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറയുവാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അതത്രയേ ഉള്ളൂ. ഇനി എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ നോക്കാം. ഇലിസ്ട്രേഷൻ 4 നോക്കിയേ, ഇഷ്യൂഡ് 5,000 12% ഡിബഞ്ചർ ഓഫ് 100 ഈച്ച് at a premium of 10% on 1/4/2018 to be matured on 1/4/23. അപ്പൊ 5 കൊല്ലാണല്ലേ, 19, 20, 21, 22, 5 കൊല്ലാണ് മെച്യൂരിറ്റി അല്ലെ. അപ്പൊ നമ്മുടെ ഫേസ് വാല്യൂ എത്രയാണ്, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ മതി, ഫേസ് വാല്യൂല് ചെയ്താൽ മതി, ടോട്ടൽ വാല്യൂല് ചെയ്യണമെന്നില്ല. ടോട്ടൽ വാല്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഇവിടെ 5000 ഡിവഞ്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും നമ്മൾ 5000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് പെർസെന്റേജ് അല്ല ആൻസറിൽ, ഒരെണ്ണത്തിൽ ചെയ്താലും 5000 ചെയ്താലും പെർസെന്റേജ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരെണ്ണത്തിന്റെ കണ്ടാൽ മതി അല്ലെ. ഫേസ് വാല്യൂ 1000 എത്രയാണ്, ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം അല്ലെ. അപ്പൊ ഇത് ഇഷ്യൂ ചെയ്യുന്ന എത്രയിനാണെന്ന് മനസ്സിലാക്കാം, 110 അപ്പൊ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് അല്ലെ, നെറ്റ് പ്രൊസീഡ്സ് അല്ല ഇഷ്യൂ പ്രൈസ്. ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഒന്നും കുറയ്ക്കണ്ട. 110 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിവഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 110 മനസ്സിലാക്കാം. അപ്പൊ 110 എന്ത്, നമ്മുടെ NP നെറ്റ് പ്രൊസീഡ്സ് അല്ലെ. അപ്പൊ NP എന്ന് പറയുന്നത് എത്രയാണ്, 110 ആണ്. ദെൻ എത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്, 12% ഡിവഞ്ചർ ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. ദെൻ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 5 years ആണ്. 18 ഇഷ്യൂ ചെയ്തിട്ട് 23 റെഡീം ചെയ്യുന്നത്, 5 year ആണ്. ദ ഡിവഞ്ചർ വിൽ റെഡീംഡ് ഓൺ മെച്യൂരിറ്റി. കണ്ടോ, മെച്യൂരിറ്റിയിൽ റെഡീം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നേരത്തെ പറയുന്നുണ്ട് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്, ഇവിടെ പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, റെഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂലാണെന്ന് വേണം അസ്യൂം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത് 100 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇൻട്രസ്റ്റ് 12, 100ന്റെ 12 ഇൻറ്റു 1 മൈനസ് ടാക്സ് എത്രയാ, ടാക്സ് 0.35, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 0.35. ഞാൻ ഇൻട്രസ്റ്റിന് മാത്രമേ ടാക്സ് കൊടുക്കുന്നുള്ളൂ. പ്ലസ് നമ്മുടെ റിഡംഷൻ വാല്യൂ 100 മൈനസ് NP 110
divided by 5 year whole divided by 100 plus 110 by 2 അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 12 ആണ്. 12 into 0.65 എത്ര വരും? 7.8 പ്ലസ് അല്ല, ഇത് നെഗറ്റീവ് ആണ് വരിക. കാരണം ഇവിടെ 100 രൂപക്ക് നമ്മൾ 110 ഇഷ്യൂ ചെയ്തു. നമ്മൾ എത്ര തിരിച്ചു കൊടുത്താൽ മതി? 100 തിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ 10 നമുക്ക് സേവ് ചെയ്യാം അല്ലെ? 10/5. അപ്പൊ 2 രൂപ നമുക്ക് ഇയർലി നമുക്ക് സേവ് ചെയ്യാം അല്ലെ? അപ്പൊ -2 സേവിങ്സ് ആണ് ഇവിടെ, -2. അപ്പൊ എത്ര വരും? -2 = 5.8 ഡിവൈഡഡ് ബൈ 100 plus 110 by 2 എത്ര വരും? 105. 105 into 100 എത്ര വരും നോക്കിയേ? 5.8 ഡിവൈഡഡ് ബൈ 105% എത്ര വരും? 5.52%. 5.52%. ക്ലിയർ? അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ NP നെറ്റ് പ്രോസീഡിനേക്കാൾ കൂടുതലാണ് RV എങ്കിൽ എക്സ്പെൻസ് കൂടും. നേരെ തിരിച്ച് നമ്മുടെ ഇപ്പൊ ഈ കേസിൽ തന്നെ NP എന്ന് പറയുന്നത് 110 ആണ്. പക്ഷെ നമ്മൾ തിരിച്ച് RV എത്രയേ ഉള്ളൂ? 100 തിരിച്ചു കൊടുക്കുന്നു. 110 ഇഷ്യൂ ചെയ്തിട്ട് 100 തിരിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് കമ്പനിക്ക് ലാഭമാണ്. ഓക്കെ, അപ്പൊ അത് മാറിപ്പോരുത്, ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. issued 5,000 12% debenture at 100 each on 1/4/12 to be matured on 1/4/23. അപ്പോൾ 5 കൊല്ലാണ് മെച്യൂരിറ്റി, 100 ആണ് ഫേസ് വാല്യൂ, 12 ആണ് ഇൻട്രസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഡിബഞ്ചർ ഈസ് 80 ആണോ? മാർക്കറ്റ് പ്രൈസ് 80 ആണ്. അപ്പോൾ ഇവിടെ NP എന്ന് പറയുന്നത് 80 ആണ്. പക്ഷെ എന്ത് പറയുന്നില്ല? RV പറയുന്നില്ല. അപ്പോൾ RV പറയുന്നില്ല, ഞാൻ പറഞ്ഞു എന്താണ്? ഫേസ് വാല്യൂ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ 80 ഇഷ്യൂ ചെയ്തിട്ട് 100 ആണ് നമ്മൾ റിഡംഷൻ അല്ലെ? അപ്പൊ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. നോക്കിയേ, ഇൻട്രസ്റ്റ് 12 into 1 minus 0.35 plus 100 minus 80 അല്ലെ? 100 ആണ് നമ്മൾ റെഡീം ചെയ്യുന്നത്. NP 80 ആണ് by 5 all divided by എത്രയാണ്? 100 plus 80 by 2. അപ്പൊ എത്രയാണ് നോക്കാം? 12 into 0.65 7.8 plus 20 by 5 അല്ലെ? 20 by 5 എന്ന് പറയുമ്പോൾ 4. 7.8 plus 4, so 11.8 വരും. 11.8 divided by 100 plus 80 by 2, അതായത് എത്ര വരും? 90 വരും. 90 into 100 പെർസെൻറ്റേജിലേക്ക് മാറ്റാണ്ട് into 100. അപ്പോൾ എത്ര വരും? 11.8 divided by 90 into 100 equal to 13.11%. കണ്ടോ? ഇത്രയുള്ള സംഭവം. അപ്പോൾ ശ്രദ്ധിക്കുക, കമ്പനിയുടെ റിഡംഷൻ വാല്യൂ കൂടുതലാണെങ്കിൽ കമ്പനിയുടെ എക്സ്പെൻസ് കൂടും അല്ലെ? 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ ഈ ലാസ്റ്റിൽ 80ക്ക് ഇഷ്യൂ ചെയ്തിട്ട് 100 തിരിച്ചു കൊടുക്കുക, അപ്പൊ കമ്പനിക്ക് കോസ്റ്റ് കൂടും. എന്നാൽ അതിന് മുമ്പത്തേൽ എന്താ? 110 നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് 100 തിരിച്ചു കൊടുക്കുന്നുള്ളൂ, അപ്പൊ കമ്പനിക്ക് ലാഭമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ കൂടെ നോക്കാം. റിമാൻ കമ്പനി has issued 12% debenture of face value of 100 at 10 lakhs. Face value 100 ആണ്. Debenture is expected to be sold at 5% discount. കണ്ടപ്പോൾ 5% ഡിസ്കൗണ്ട് ഉണ്ട്. It also involve flotation cost of 5 rupees per debenture. അത് കൂടാതെ 5 രൂപ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഇഷ്യൂ കോസ്റ്റ് ഉണ്ട്. The debenture is redeemable at a premium of 5%. അത് കൂടാതെ 5% പ്രീമിയത്തിലാണ് അത് റിഡീം ചെയ്യുന്നത്. 10 ഇയർ ആണ് മെച്യൂരിറ്റി. ടാക്സ് 50 അല്ലെ? അപ്പൊ നോക്കിയാൽ നമുക്ക് വേണ്ട എന്തൊക്കെയാ നോക്കാം. നമ്മുടെ NP നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ 100 ആണ് ഫേസ് വാല്യൂ, 5% ഡിസ്കൗണ്ട്, അപ്പൊ 95 ആയി.
അതിൽ നിന്ന് പിന്നെ 5 ഫ്ലോട്ടേഷൻ, അപ്പൊ എത്രയായി 90 അല്ലെ. റിഡംഷൻ വാല്യൂ ആണെങ്കിലോ, റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 5% പ്രീമിയത്തില്ല, അപ്പൊ എത്ര വരും 105 അല്ലെ. മെച്യൂരിറ്റി അത് എന്ന് പറഞ്ഞാൽ എത്രയാ 10 years. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ 100. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ 12% അല്ലെ, 12%. ഇപ്പൊ എല്ലാം ആയല്ലോ. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാ 12 ഇൻറ്റു 1 മൈനസ് ടാക്സ് 0.5 ടാക്സ് പ്ലസ് ഉണ്ടോ റിഡംഷൻ വാല്യൂ എത്രയാ 105 ആണ് റിഡംഷൻ വാല്യൂ, മൈനസ് 90 ആണ് NP നെറ്റ് പ്രൊസീഡ്സ്, ഡിവൈഡ് ബൈ 10 ഇയർ ഉണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ എത്രയാ 105 പ്ലസ് 90/2 അല്ലെ. അപ്പൊ എത്രയാ നോക്കിയേ, അപ്പൊ എത്ര വരും നോക്കാം 12 ഇൻറ്റു 0.5 6 അല്ലെ. അപ്പൊ നമ്മുടെ 6 പ്ലസ് 105 മൈനസ് 90/10 അപ്പൊ എത്ര വരും 1.5. അപ്പൊ ടോട്ടൽ എത്രയായി 7.5 ഡിവൈഡഡ് ബൈ 105 പ്ലസ് 90/2 എത്രയാ 97.5 ഇൻറ്റു 100. അപ്പൊ എത്രയാ നോക്കിയേ 7.5 ഡിവൈഡഡ് ബൈ 97.5% എത്ര വരും 7.69%. ഓക്കെ, അപ്പൊ അത് ചെയ്തു നോക്കുക, അതാണ് സംഭവം. അപ്പൊ 90 ആണ് നമ്മുടെ NP, RV എന്ന് പറയുന്നത് 105 ആണ്, 10 ഇയർ ആണ്, 12 ആണ് ഇൻട്രസ്റ്റ് അല്ലെ. നോർമലി പോലെ തന്നെ ചെയ്യാം. 7.69 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്താണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ. അപ്പോൾ ഇറഡീമബിൾ പറഞ്ഞു, റെഡീമബിൾ പറഞ്ഞു, കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ the bond holder will get an option to convert your debenture into equity shares. അതായത് ഇപ്പൊ നിങ്ങൾ ഡിബഞ്ചർ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, മെച്യൂരിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കിട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് ക്യാഷ് തിരിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതെങ്ങനെ തീരുമാനിക്കും നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? നിങ്ങൾക്ക് ലാഭം ഏതാണോ അത് നിങ്ങൾ ചെയ്യും. ഇപ്പോൾ ഫേസ് വാല്യൂ 1000 എന്ന് വിചാരിക്കുക, എന്നാൽ ആ കിട്ടുന്ന ഷെയറിന്റെ സപ്പോസ് ഒരു 10 ഷെയർ കിട്ടുമെന്ന് വിചാരിക്കുക, ഒരു ഷെയറിന്റെ വില 120. അപ്പൊ 10 ഷെയർ കിട്ടിയ എത്രയായി 120 × 10 എന്ന് പറയുമ്പോൾ 1200 എന്നാൽ ക്യാഷ് കിട്ടിയ എത്ര കിട്ടുള്ളൂ 1000 കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്യും അല്ലെ. എന്നാൽ ഒരു ഷെയറിന്റെ വില 80 ഉള്ളൂ, 80 × 10 എത്ര കിട്ടുള്ളൂ 800. എന്നാൽ റെഡീം ചെയ്ത 1000 കിട്ടും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും റെഡീം ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യണം ഏതാ ബെനിഫിറ്റ് എന്ന്, കൺവേർട്ട് ചെയ്യുന്ന വാല്യൂ ആണോ അതോ ഫേസ് വാല്യൂ ആണോ ബെറ്റർ എന്ന് നോക്കിയിട്ട് അത് ചൂസ് ചെയ്താൽ മതി. വേറെ ഇക്വേഷൻ കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. റിഡംഷൻ വാല്യൂ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒന്ന് നോക്കാം. കണ്ടോ, RR ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 12% കൺവേർട്ടബിൾ ഡിബഞ്ചർ ഓഫ് 100 ഈച്ച് വിത്ത് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 5. അപ്പോൾ 100 ആണ് ഫേസ് വാല്യൂ, 5 ആണ് മെച്യൂരിറ്റി. At maturity, the debenture holder will have an option to convert the debenture into equity share of the company in the ratio of 1:10. That is 10 share for each debenture. ഒരു ഡിബഞ്ചറിന് 10 ഷെയർ കിട്ടും. ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ 10 ഷെയർ കിട്ടും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് 5 ആവാം 10 ആവാം 1:1 ആവാം, അത് നിർബന്ധമൊന്നുമില്ല, അത് കമ്പനി തീരുമാനിക്കും. The current price of the equity share is 14 and historically the growth rate of the share are 5% per annum. Compute the cost of debenture assuming 35% tax rate. കണ്ടപ്പോൾ ഇപ്പോൾ ഒരു ഷെയറിന് 14 × 10 ഇന്ന് വിറ്റാൽ തന്നെ എത്ര കിട്ടും? 14 × 10 എന്ന് പറയുമ്പോൾ 140 കിട്ടും. റെഡീം ചെയ്താൽ എത്ര കിട്ടുള്ളൂ? ഫേസ് വാല്യൂ ആണെങ്കിൽ 100 കിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഏതാ നല്ലത്? കൺവേർട്ട് ചെയ്യാൻ നല്ലത്. പക്ഷെ നമ്മൾ എന്താണ് ഇന്നല്ലല്ലോ കൺവേർട്ട് ചെയ്യുന്നത്, 5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വാല്യൂ കാണാം. എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ. റിഡംഷൻ വാല്യൂ ഈക്വൽ ടു 14 × 1 പ്ലസ് 5% ഗ്രോ ചെയ്യുന്നല്ലേ പറയണേ, 0.05 റീസ് ടു 5. അതിന്റെ ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാ പോരെ, നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ആണ് പഠിച്ചിട്ടുണ്ടല്ലോ.
ഇപ്പൊ 14ന്റെ 5 കൊല്ലം കഴിഞ്ഞുള്ള ഫ്യൂച്ചർ വാല്യൂ എത്രയെന്ന് കണ്ടാൽ പോരെ? അപ്പൊ എത്രയാ? 1.05 ഇൻറ്റു 2, 3, 4, 5 അല്ലേ? അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ എത്ര വരും നോക്കിയേ. റിഡംഷൻ വാല്യൂ ഈക്വൽ ടു 14 ഇൻറ്റു 1.2762 അല്ലെ? അപ്പൊ എത്ര വരും നോക്കിയേ? ഇൻറ്റു 14 അപ്പൊ എത്ര വരും? 17.86 സംതിങ് വരും. കണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ 5 കൊല്ലം കഴിയുമ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഷെയറിന് 17 പോയിന്റ് സംതിങ് വെച്ച് കിട്ടും അല്ലെ? നമ്മളിൽ 10 എണ്ണം ഇല്ലേ? ഒരു ഡിബഞ്ചറിന് 10 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇൻറ്റു 10 അപ്പൊ എത്ര വരും നോക്കി? ഇൻറ്റു 10 അപ്പൊ എത്ര വരും? 178.67 വരും. കണ്ടോ? അപ്പൊ ഒന്ന് ആലോചിച്ച്, ഭയങ്കര ലാഭമാണ്. കാരണം എന്താ? ഇത് റെഡീം ചെയ്താൽ ക്യാഷ് ആണ് 100 കിട്ടുള്ളൂ, പക്ഷെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് 178.67 കിട്ടും അല്ലെ? സോ ഏതാ ബെറ്റർ? നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇൻട്രസ്റ്റ് 12 ഇൻറ്റു 1 മൈനസ് ടാക്സ് 0.35 പ്ലസ് റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 178.67 മൈനസ് നമ്മുടെ NP പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, പ്രീമിയം ഡിസ്കൗണ്ട് ഒന്നുമില്ല, അതിന്റെ 100 ഡിവൈഡ് ബൈ എത്ര കൊല്ലം? 5 കൊല്ലം. ഓൾ ഡിവൈഡഡ് ബൈ 178.67 പ്ലസ് 100 ബൈ 2. ഓക്കെ, അപ്പൊ എത്ര വരും നോക്കിയേ? 12 ഇൻറ്റു 0.65 7.8 പ്ലസ് 178.67 മൈനസ് 100 ബൈ 5 എത്ര വരും? 15.73. ഓക്കെ, അപ്പൊ എത്ര വരും? പ്ലസ് 7.8 എന്ന് പറയുമ്പോൾ എത്ര വരും? 23.534 ഡിവൈഡഡ് ബൈ 178.67 പ്ലസ് 100 ബൈ 2 എത്ര വരും നോക്കിയേ? 139.335 ഇൻറ്റു 100 പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ എത്ര വരും നോക്കിയേ? 23.534 ഡിവൈഡഡ് ബൈ 139.335 ഇൻറ്റു 100 എത്ര വരും? 16.89%. ഓക്കെ, ഇങ്ങനെയാണ് കൺവേർട്ടബിൾ. അപ്പോൾ ഡെപ്റ്റിന്റെ 3 പാർട്ടാണ് ഉള്ളത്. 3 ആയി. ഏതൊക്കെയായി? റെഡീമബിള്, കൺവേർട്ടബിൾ. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including all India ranks. Vishwas, the best option for CA and CMA.